ശ്രുതിസ്മൃതിപുരാണാനാം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ആചാര്യസ്വാമികൾ എന്ന് നാം വിളിക്കുന്ന ആദിശങ്കര ഭഗവത്പാദാചാര്യരുടെ ജന്മം കൊണ്ട് പവിത്രമായിട്ടുള്ള ഈ ഭാരതഭൂമിയിൽ ജീവിച്ചിട്ടുള്ള, ഇന്നും ജീവിക്കുന്ന, ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിൻ്റെ മഹിമ കുറേയെങ്കിലും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുള്ള എല്ലാ സജ്ജനങ്ങളും വൈശാഖമാസത്തിൽ ശുക്ലപക്ഷത്തിൽ പഞ്ചമി തിഥിയിൽ ശ്രീശങ്കര ജയന്തി ആഘോഷിക്കുന്നുണ്ട്. വേദമന്ത്രാദി ജപങ്ങളായിട്ട്, പ്രസ്ഥാനത്രയ ഭാഷ്യപാരായണമായിട്ട്, വേദാന്താദി ശാസ്ത്രവിചാരമായിട്ട്, സ്തോത്ര കീർത്തനങ്ങളോ ഭജനകളോ ആയിട്ട്, അതുമല്ലെങ്കിൽ ധർമ്മോദ്ബോധന സദസ്സുകളായിട്ട്, ഇങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ആ മഹാനുഭാവനെ അനുസ്മരിക്കുന്നതായിട്ട് കാണാം. കാരണം ഇന്ന് നമ്മൾ ശ്രീരാമജയന്തി, ശ്രീകൃഷ്ണ ജയന്തി, വാമന ജയന്തി എന്നിങ്ങനെ എണ്ണമറ്റ എത്രയെത്ര ജയന്തികൾ ആഘോഷിക്കുന്നുണ്ടോ അതെല്ലാം ഇവിടെ ഗംഭീരമായിട്ട് നടന്നു വരുന്നുണ്ട്. എങ്കിൽ അങ്ങനെ നടന്നു വരുന്നതിന് കാരണമായിട്ടുള്ള എല്ലാ ജയന്തികളുടെയും കാരണമായിട്ടുള്ള ഒരു ജയന്തിയാണ് ആദിശങ്കര ഭഗവത്പാദാചാര്യരുടെ അവതാര ദിനം എന്ന് മഹാന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളുടെ വൈദിക സനാതന ധർമ്മത്തിന് ഇന്ന് ഹിന്ദുമതം എന്ന ഒരു ചട്ടക്കൂടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചട്ടക്കൂട് പരികൽപ്പിക്കേണ്ടി വന്ന കാലഘട്ടം എന്നത് ആചാര്യസ്വാമികളുടെ കാലഘട്ടമായിരുന്നു എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. കാരണം ഒരു പ്രതിരോധം ഉണ്ടാകുമ്പോഴാണല്ലോ അതിനൊരു മതത്തിൻ്റെ ചട്ടക്കൂട് വേണ്ടി വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വൈദിക ധർമ്മമല്ലാത്ത മറ്റൊരു മതവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിന് യാതൊരു പ്രതിരോധവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് ഒരു മതമായിട്ട് അറിയപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതിന് നേരിടുന്ന ആദ്യത്തെ പ്രതിരോധം പുറത്തു നിന്നല്ല, ഇവിടെ തന്നെ വികസിച്ച് വന്ന ബൗദ്ധ ജൈനാദി നാസ്തിക മതങ്ങൾ തീർത്ത പ്രതിരോധമാണ് ആദ്യം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത്, ക്രിസ്തുവിനും മറ്റും എത്രയോ മുമ്പ്. അതെല്ലാം ചരിത്രത്തിൻ്റെ ഗന്ധം ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. സാക്ഷാൽ ശ്രീബുദ്ധൻ്റെ ഉപദേശം എന്തായിരുന്നു എന്ന വാസ്തവത്തിൽ നമുക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, ബൗദ്ധന്മാർ എന്ന് വിളിക്കുന്ന ബുദ്ധശിഷ്യന്മാർ പിന്നീട് കലഹിച്ച് പിരിഞ്ഞ് ആ സമ്പ്രദായങ്ങൾ തീവ്രമായ മതത്തിൻ്റെ ഒരു ചട്ടവട്ടങ്ങളിലേക്ക് നീങ്ങുകയും ആ ബൗദ്ധമതം അക്കാലത്തെ രാജാക്കന്മാരെ വശീകരിച്ച് സകല വൈദിക ചിന്താധാരകളെയും തങ്ങളുടെ വികലമായ തത്വചിന്തകളിലേക്ക് മാറ്റി അങ്ങനെ ജനങ്ങളെ തങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവന്നിരുന്ന ഒരു കാലഘട്ടം. മറുഭാഗത്ത് തത്വചിന്തയുടെ വേണ്ടത്ര അടിത്തറയില്ലാത്ത കേവല കർമ്മഠന്മാർ. അവർക്ക് എങ്ങനെ ഇതിന് മറുപടി പറയണം എന്നറിയുമായിരുന്നില്ല. അങ്ങനെ അറിയുമായിരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലും അവർക്ക് ഈ പ്രതിരോധത്തെ അതിജീവിക്കാനുള്ള സാമർഥ്യമുണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടമായിരുന്നു ഭഗവത്പാദ ആചാര്യസ്വാമികളുടെ അവതാര ഭൂമിക. അവിടുന്ന് കാലടിയിൽ അവതരിച്ച് 8 വയസ്സിൽ വേദേതിഹാസ പുരാണങ്ങളും മറ്റ് ശാസ്ത്രങ്ങളും സ്വായത്തമാക്കി ഗൃഹവും ഗ്രാമവും വെടിഞ്ഞ് നർമ്മദാ തീരത്ത് എത്തിച്ചേർന്ന് ഗോവിന്ദ ഭഗവത്പാദരെ ഗുരുവായി സ്വീകരിച്ച് അദ്ദേഹത്തിൽ നിന്ന് സന്യാസം സ്വീകരിച്ച് വേദാന്ത സമ്പ്രദായങ്ങളെല്ലാം ഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുസാരേണ ദശോപനിഷത്തുകൾക്കും ഗീതയ്ക്കും ബ്രഹ്മസൂത്രങ്ങൾക്കും 16 വയസ്സിൽ ഭാഷ്യം എഴുതി അവസാനിപ്പിച്ച് അത് അനേകം ശിഷ്യന്മാരെ പഠിപ്പിച്ച് ഭാരത പര്യടനം ചെയ്ത് അദ്വൈതപരമായിട്ടുള്ള ഈ വൈദിക സമ്പ്രദായത്തെ പ്രചരിപ്പിച്ച് ആ തത്വബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങളെ കർമ്മയോഗമാക്കാനും
ഭക്തിയെ ഭക്തിയോഗമാക്കി മാറ്റാനും പഠിപ്പിച്ച് ജനങ്ങളെ ബോധിപ്പിച്ച് അങ്ങനെ കർമ്മജ്ഞാന ഭക്തിമാർഗങ്ങളെ പരസ്പര വിരോധമില്ലാണ്ട് സമന്വയിപ്പിച്ച് അതിനുതകുന്ന തരത്തിൽ എണ്ണമറ്റ അദ്വൈത പ്രകരണ ഗ്രന്ഥങ്ങളും സ്തോത്രങ്ങളും രചിച്ച് അതാത് ക്ഷേത്രങ്ങളിൽ ഉപാസനാമൂർത്തികളെ പ്രതിഷ്ഠിച്ച് വൈദികവും താന്ത്രികവുമായിരിക്കുന്ന ഉപാസനാ സമ്പ്രദായങ്ങളെ ഏകോപിപ്പിച്ച് വൈഷ്ണവ ശൈവ ശാക്തയാദി കലഹങ്ങളെ പരിഹരിച്ച് സംവാദങ്ങളിലൂടെ പരിഹരിച്ച് അതാത് ജനങ്ങൾക്ക് അധികാരത്തിനനുസരിച്ച് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് അവരെ പ്രബുദ്ധരാക്കി അങ്ങനെ ധർമ്മപ്രചാരണത്തിന് വേണ്ടി ഈ ധർമ്മം കാലാന്തരത്തിലും നിലനിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഭാരതത്തിൻ്റെ 4 കോണിലും സന്യാസി മഠങ്ങൾ സ്ഥാപിച്ച് അവിടെയെല്ലാം ശിഷ്യന്മാരെ നിയോഗിച്ച് അങ്ങനെ കാശ്മീര ദേശത്തിലേക്ക് പോയിട്ട് സർവജ്ഞനെന്ന് സകല ജനങ്ങളാലും വാഴ്ത്തപ്പെട്ടിട്ടും സ്വയം താൻ ഒരു പദവിയും ഏറ്റെടുക്കാതെ കേവലം 32 വയസ്സിൽ അങ്ങനെ ഹിമാലയ സാനുക്കളിൽ മറഞ്ഞുപോയ ആ തേജസ്, അതിനെ എന്താണ് വിളിക്കേണ്ടത്? ശങ്കര സാക്ഷാൽ എന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനങ്ങളും പിന്നീട് വ്യാഖ്യാനങ്ങൾക്ക് വ്യാഖ്യാനങ്ങളും രചിച്ച് അതിനെതിരായും അനുകൂലമായും തർക്കങ്ങൾ നിരത്തി എത്രയെത്ര പണ്ഡിതന്മാർ അതിനുശേഷം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിന് കണക്കില്ല. അദ്ദേഹം പഠിപ്പിച്ച തത്വങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് എത്രയെത്ര സന്യാസി പരമ്പരകൾ ഉണ്ടായി എന്നുള്ളതിന് കണക്കില്ല. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ജഗൻ മിഥ്യാത്വ സിദ്ധാന്തത്തിന് പിന്നിൽ വൈദിക താന്ത്രിക കർമ്മപ്രസ്ഥാനങ്ങളെല്ലാം എന്താ പറയേണ്ടത്, കുറച്ചൊന്ന് ഒളിമങ്ങിപ്പോയി എന്ന് പറയാറുണ്ട്. പക്ഷേ അത് ശരിയല്ല. പരിശുദ്ധമായിട്ട് വീണ്ടും തിരിച്ചു വരികയാണ് ഉണ്ടായിട്ടുള്ളത്. ഒളിമങ്ങിപ്പോയത് കർമ്മമാർഗത്തിനും ഭക്തിമാർഗത്തിനുമല്ല, നാസ്തിക മതങ്ങൾക്കാണ്. തീർച്ചയായിട്ടും ബൗദ്ധ ജൈനാദി നാസ്തിക മതങ്ങൾ വിദേശങ്ങളിലേക്ക് പോയി. ഈ സനാതനധർമ്മത്തോട് പൊരുത്തപ്പെട്ട് നിൽക്കാൻ വിരോധമില്ലാത്തവർ മാത്രം ഇവിടെ അവശേഷിച്ചു. അതാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ആദിശങ്കരൻ്റെ ആ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ എത്രയൊക്കെ ബാഹ്യശക്തികൾ നമ്മളെ കീഴ്പ്പെടുത്താൻ ആവുന്നിടത്തോളം ശ്രമിച്ചു എന്നതിന് കണക്കില്ല. എന്നിട്ടും ഈ ധർമ്മത്തിന് കാര്യമായിട്ടുള്ള തകരാറൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് പിന്നീട് ഈ ശങ്കര പരമ്പരയെ പിന്തുടർന്നു വന്ന എത്രയോ ആചാര്യന്മാരുടെ പ്രവർത്തന ഫലം കൂടിയാണ് എന്നിരിക്കലും അത് ആദ്യ ശങ്കരാചാര്യരുടെ അനുഗ്രഹത്തിൻ്റെ ഫലം കൂടിയാണ് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ വയ്യ. കാരണം അന്ന് അദ്ദേഹം ഈ നവോത്ഥാനം നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ പിന്നീട് വന്നവർക്ക് പ്രസംഗിച്ച് നടക്കാൻ ഇവിടെ ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. എങ്ങനെ പ്രവർത്തിക്കണം എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തതും അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, ശങ്കര ജയന്തി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് മറ്റൊരു ജയന്തിയും ഇവിടെ ആഘോഷിക്കപ്പെടുമായിരുന്നില്ല എന്ന്. ഇങ്ങനെ ഈ രീതിയിൽ ആചാര്യസ്വാമികളുടെ മാഹാത്മ്യം ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ അദ്ദേഹം അനുഗ്രഹിച്ച് നൽകിയ, രചിച്ച് നൽകിയ ശാസ്ത്രഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോയവർക്ക് അതറിയാൻ സാധിക്കും. അതുമല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭക്തിസ്തോത്രങ്ങളിലൂടെ അദ്ദേഹത്തെ കുറേയൊക്കെ അറിയാൻ സാധിക്കും. ഇത്രയധികം സ്തോത്രങ്ങൾ രചിച്ച ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് സ്തോത്രകർത്താക്കളുടെ മുമ്പിലും അദ്ദേഹത്തിൻ്റെ നാമധേയമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ഇതൊന്നുമല്ലെങ്കിലും കേവലം കഥകളിലൂടെ അദ്ദേഹത്തെ അറിയാൻ ശ്രമിക്കുന്നവരുണ്ട്. പക്ഷേ അതിൽ പല കഥകളും കർണാകർണികയാ വന്നു ചേർന്നവയാണ്. എല്ലാം
ഒരു ചരിത്ര പ്രമാണമായിട്ട് സാമ്പ്രദായിക യാഥാസ്ഥിതികന്മാർ പോലും സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. തോന്നാറുള്ളത് മറ്റൊന്നാണ്. നമുക്കൊരാളെ അംഗീകരിക്കാൻ, അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്തെ ഉൾക്കൊള്ളാൻ ആശ്ചര്യത്തിൻ്റെ പശ്ചാത്തലം വേണമെങ്കിൽ അതിന് ആചാര്യസ്വാമികളുടെ കാര്യത്തിൽ എന്തിനാണ് കെട്ടുകഥകളെ ആശ്രയിക്കുന്നത്? അഷ്ടവർഷേ ചതുർവേദി, ദ്വാദശേ സർവശാസ്ത്രവിദ്, ഷോഡശേ കൃതവാൻ ഭാഷ്യം, ദ്വാത്രിംശേ മുനിരഭ്യഗാത് എന്നിങ്ങനെ പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സർവാംഗീകൃതമായിട്ടുള്ള ചരിത്രം തന്നെ മഹാശ്ചര്യമാണ്. അതിൽ 16 വയസ്സിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള ലോകസംഗ്രഹ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ ഏതാണ്ടൊക്കെ നമുക്ക് ജനങ്ങളെ പ്രസംഗിച്ച് ബോധ്യപ്പെടുത്താൻ സാധിച്ചേക്കാം. പക്ഷേ അദ്ദേഹം 16 വയസ്സിൽ എഴുതി തീർത്ത ആ പ്രസ്ഥാനത്രയ ഭാഷ്യത്തിൻ്റെ ഗാംഭീര്യം എന്താണ്, അത് എപ്രകാരമാണ് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന് നിശ്ചയില്ല. എന്നിട്ടും ചിലർ എല്ലാത്തിനെയും തെറ്റിദ്ധരിച്ച് മാത്രം ശീലമുള്ളവർ ഈ അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് കേവലം കണ്ണടച്ചിരുട്ടാക്കലാണ് എന്നും അത് യുക്തിബദ്ധമല്ല എന്നും ലോകത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കലാണെന്നും മറ്റും പ്രചരിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ പ്രചരിപ്പിക്കുന്നവർക്കും അവരെ കേൾക്കുന്നവർക്കും ആ അദ്വൈതാചാര്യൻ്റെ ജീവിതത്തിലേക്ക് ഒരു ചരിത്ര കൗതുകത്തിൻ്റെ പേരിലെങ്കിലും ഒന്ന് എത്തി നോക്കാൻ സാധിച്ചാൽ നന്നായിരിക്കും എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ച ആദിശങ്കരൻ എന്ന ആ സൂര്യ തേജസ്സിനെ ഒരു കേരളീയ പണ്ഡിതനായിട്ട് നമുക്ക് ചുരുക്കാൻ സാധിക്കില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിലും അദ്ദേഹം തൻ്റെ അവതാരത്തിന് തിരഞ്ഞെടുത്തത് നമ്മളുടെ കേരള ഭൂമിയെയാണ് എന്നുള്ളത് തീർത്തും നമുക്ക് അഭിമാനത്തിന് വക നൽകുന്നുണ്ട്. അങ്ങനെയുള്ള അവിടുത്തെ ചരണാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഈ ശങ്കര ജയന്തി എല്ലാവർക്കും സനാതനധർമ്മ അഭിമാനത്തിൻ്റെയും അതോടൊപ്പം തത്വവിവേകത്തിൻ്റെയും ജയന്തിയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓം തത്സത്.